കുറെ ആളുകളുടെ അഭിപ്രായം പ്രമേയം ഇവിടെ ഇപ്പം ഞാനാ സംസാരിക്കുന്നത്. പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. CPS ഇന്ന് യോഗത്തിന് ഉദ്ദേശം പിന്നെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് 13 നിയോജക മണ്ഡലങ്ങളിലെയും പിന്നെ പ്രവർത്തനങ്ങൾ, മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും അതിനാവശ്യമായ കമ്മിറ്റികൾ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒപ്പം പിന്നെ ഈ സംഘടനാപരമായ ചില കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് യോഗം. മന്ത്രി ജില്ലയിലില്ലല്ലോ ഇന്ന്. അദ്ദേഹം പിന്നെ വള്ളിക്കുന്നിൽ എന്തോ ഒരു പരിപാടിയാണ്. കുറച്ചു മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഈ കടലുണ്ടി, വള്ളിക്കുന്ന് ആ ഭാഗത്ത്, കടലുണ്ടിയല്ല വള്ളിക്കുന്ന് മലപ്പുറം ഭാഗത്താണ് പരിപാടി. മന്ത്രി പങ്കെടുക്കാൻ എന്താണെന്നറിയില്ല. ഓ പിന്നെ അതിനെക്കുറിച്ചൊരു പ്രമേയം വന്നു യോഗത്തിൽ. ആ പ്രമേയത്തിൽ 2-3 പേര് പിന്നെ വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു എന്നല്ലാണ്ട് മൊത്തത്തിൽ ആ പ്രമേയം അംഗീകരിച്ചു യോഗത്തിൽ. ആ പ്രമേയം ഇവിടെ ഇപ്പം ഞാനാ സംസാരിക്കുന്നത്. പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ ഇവരുടെ 3 പേര് അവർ എതിർത്തിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ പ്രമേയത്തിന് അനുകൂലമായി എല്ലാവരും ഏകണ്ഠമായി ശബ്ദവോട്ടുണ്ട്. പ്രമേയത്തിൽ പിന്നെ കഴിഞ്ഞ കുറേ ഈ എലത്തൂർ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം 3 തവണയായി ഒരാൾ തന്നെയാണ് മത്സരിക്കുന്നത്. അതിനു പുറമെ മുമ്പ് ബാലുശ്ശേരി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ത്തിൻ്റെ ജീവിതത്തിൽ 7 തവണ മത്സരിക്കുകയും 6 തവണ MLA ആവുകയും ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാകണം. ആ അവസരത്തിന് വേണ്ടി അദ്ദേഹം മാറി നിൽക്കണം എന്ന് തന്നെയാണ് പ്രമേയത്തിൻ്റെ കാതൽ. അത് സ്ഥാനാർത്ഥിയും ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ NCPയുടെ ജില്ലാ പ്രസിഡന്റും LDF ജില്ലാ കൺവീനറുമായ ശ്രീ മുക്കം മുഹമ്മദിനെ പിന്നെ ഇത്തവണ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര പാർലമെൻ്ററി ബോർഡിനോട് അഭ്യർത്ഥിക്കുന്നതാണ് പ്രമേയം. ആ പ്രമേയം ഏകണ്ഠമായി പാസ്സായി. അല്ല, അത് പറഞ്ഞല്ലോ, 3 ഉദ്യോഗത്തിന്റെ ഇത് പറഞ്ഞു. അല്ല, അവിടെ പറഞ്ഞു അവിടെ പറഞ്ഞു കഴിഞ്ഞു. 3 പാർട്ടിയുടെ സുരേഷ് ബാബു നിൽക്കണമെന്നാണ് ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം. കുറെ ആളുകളുടെ അഭിപ്രായം സുരേഷ് ബാബു കാൻഡിഡേറ്റ് ആവണമെന്നാണ്. AK ശശീന്ദ്രൻ മാറി സുരേഷ് ബാബു മത്സരിക്കണം. ഒരു പാനലും ഇല്ല.